നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ കുറുകിയ ചാറോട് കൂടിയ ഒരു തമിഴ്നാടൻ റെസിപ്പിയാണ് ഇത്. ഇത് ഇത്തിരി കൂടുതൽ എണ്ണ വേണ്ട റെസിപ്പിയാണ്. നല്ലെണ്ണയാണ് ഈ കറിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. ഇത്തിരി കൂടുതൽ തന്നെ എണ്ണ ഒഴിക്കണേ. അതിലേക്ക് മുഴുവൻ മല്ലി, ഉണക്കമുളക്, തേങ്ങാക്കൊത്ത്, 2 വലിയ സവാള, അത് ചെറുതായിട്ട് അരിഞ്ഞു വേണം ചേർക്കാനായിട്ട്. 2 വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റി കൊടുക്കണേ. അതൊന്ന് വഴണ്ട് ഒരു പാകമായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരല്പം വാളംപുളി ചേർത്ത് കൊടുക്കാം. വീണ്ടും വാളംപുളി ചേർത്ത് അത് വീണ്ടും ഒന്നും കൂടെ വഴറ്റി കൊടുക്കണം. വാളംപുളി ചേർന്ന് സവാളയും വാളംപുളിയും എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് സവാള വീണ്ടും ഒന്നും കൂടെ വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി അല്ലെങ്കിൽ കപ്പലണ്ടി ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഞാനകത്ത് കശുവണ്ടിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു 4-5 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്നുകൂടി വാടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം 2 വലിയ തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ വാടി കിട്ടാനായിട്ട് താമസമാണ്. നീളത്തിൽ അരിയുമ്പോൾ പെട്ടെന്ന് അത് വാടി കിട്ടും. അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കണം. അത് വാടുന്ന സമയം കൊണ്ട് കത്രിക്ക അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. കത്രിക്ക മുഴുവനായിട്ട് ഇങ്ങനെ പൊളന്നെടുക്കാൻ പാടില്ല കേട്ടോ. അടിവശം ഇങ്ങനെ ജോയിൻ്റ് ആയിട്ടിരിക്കണം. ചെറുതായിട്ട് ഇങ്ങനെ പൊളന്ന് കൊടുക്കാനേ പാടുള്ളൂ, 4ആയിട്ട്. ഒന്ന് വിടർത്തിയൊക്കെ നോക്കണേ. അതിൻ്റെ അകത്ത് പുഴു ഉണ്ടാവും. ഇതിനകത്ത് ഒത്തിരി പുഴുക്കളൊക്കെ വരുന്ന ഒരു കത്രിക്കയാണിത്. അപ്പോൾ അതൊന്ന് പൊളന്ന് നോക്കി പുഴു ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ. കറ കളയാനാണ് ഇത്. കത്രിക്ക അരിഞ്ഞ സമയം കൊണ്ട് സവാളയും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ വേവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും തക്കാളിയും സവാളയും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതൊരല്പം ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കുക. നല്ല രീതിയിൽ അരച്ചു കൊടുക്കണേ. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചു കൊടുക്കണം. എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല കുറുകിയ ചാറ് കറിക്ക് കിട്ടുള്ളൂ. ഇതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് അതേ പാനിൽ ബാക്കിയുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടുക്, ഉലുവ, ചെറിയ ജീരകം, 7-8 വെളുത്തുള്ളി അത് 2ആയി പൊളർന്നത്, പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചുവന്നുള്ളിയില്ലേ, അത് 4ആയിട്ടോ 2ആയിട്ടോ പൊളന്നത്. അതിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം പൊളന്നെടുക്കാനായിട്ട്. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തേക്കാണ് നമ്മളിനി മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ച കത്രിക്ക ചേർത്ത് കൊടുക്കുന്നത്. കത്രിക്ക ഓരോന്നായിട്ട് പിറക്കി വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കത്രിക്ക ഒന്ന് വേകണം കേട്ടോ. ചെറുതായിട്ട് വെന്താൽ മതി, വെന്ത് കുഴഞ്ഞു പോകരുത്. അതുകൊണ്ട് എല്ലാ വശവും ഒന്ന് ബ്രൗൺ നിറം ആകുന്നത് വരെ മാത്രമേ ഇത് വേവിക്കുള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു കൊടുത്താൽ ഇത് 2-3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും വേകും. കത്രിക്ക ഇപ്പോൾ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. എല്ലാ സൈഡും ബ്രൗൺ നിറം ആക്കണം. അതിന് വേണ്ടിയിട്ടൊന്ന് തിരിച്ചും മറിച്ചും വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കാം. ഓരോ കത്രിക്കയും തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ വശവും ഒരേപോലെ ബ്രൗൺ നിറമാക്കി എടുക്കണം. ഇപ്പോൾ അത്യാവശ്യം എല്ലാ സൈഡും ബ്രൗൺ നിറം ആയിട്ടുണ്ട്. അകമൊക്കെ ചെറുതായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി വേകാൻ പാടില്ല. വെന്ത് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. ഇനി നമുക്ക് ആ ഗ്രേവിക്കകത്തിട്ട് വീണ്ടും ഒന്നും കൂടി വേവിക്കേണ്ടതാണ് ഇത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത്തിരി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ലൊരു കളർ കിട്ടും. ആ എണ്ണ പൊങ്ങി കിടക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു കളർ കിട്ടണമെങ്കിൽ ഒരല്പം കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യണം. നമ്മൾ ആവശ്യത്തിനുള്ള മുളക് മറ്റേ സവാള വാട്ടിയപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 7 ഉണക്കമുളകാണ് കേട്ടോ ആ സമയത്ത് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് വീണ്ടും അതൊന്ന് ഇളക്കി കൊടുക്കണം. ആ മിക്സിയുടെ ജാറിൽ കഴുകിയിട്ട് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരപ്പും വെള്ളവും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതൊരു 10-15 മിനിറ്റാണ് നമ്മളിനി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണത്. അപ്പോഴേക്കും അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ആ മല്ലിയുടെ കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടും. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാം, ഇതിനകത്തൊരു പച്ചമല്ലിയുടെ കുത്തൽ പോലെ ഉണ്ടാവും. അത് പൂർണ്ണമായിട്ടും മാറി കിട്ടണമെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യേണ്ടി വരും. ഇന്ന് മൂടി വെച്ച് 15 മിനിറ്റ് കുക്ക് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞ് കുക്ക് ചെയ്തതാണിത്. ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോടുകൂടി എണ്ണ കത്തിരിക്ക റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് പല സ്ഥലത്തും പല രീതിയിലും വയ്ക്കാറുണ്ടെങ്കിലും നമ്മുടെ മലയാളികളുടെ ഒരു കറിയുമായിട്ട് ഇതിന് നല്ല സാദൃശ്യമുണ്ട്. ഉള്ളിത്തീയലാണ്. ഉള്ളിയും വഴുതനങ്ങയൊക്കെ ഇട്ട് തീയൽ വയ്ക്കില്ലേ, ഏകദേശം ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും ഇത് കഴിക്കുമ്പോൾ. എന്നാലും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കുറുകിയ ചാറ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.